Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ തിയറി നോക്കാം. ആദ്യത്തെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അബ്രഹാം മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി ആയിരുന്നു. ഇനി ഇതിൽ സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് ഹേഴ്സ്ബർഗിൻ്റെ ടു ഫാക്ടർ തിയറിയാണ്. 1950s ഈ ഒരു തിയറി ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയത് പിറ്റ്സ്ബർഗ് ഏരിയയിലെ ഒരു 11 ഇൻഡസ്ട്രിയിൽ നിന്ന് 200ഓളം എൻജിനീയേഴ്സിനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചതൊക്കെയാണ്. വെൻ ഡിഡ് യു ഫീൽ പെർട്ടിക്കുലർലി ഗുഡ് ഫോർ ദ ജോബ്? എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഈ ജോബ് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത്? രണ്ട്, വെൻ ഡിഡ് യു ഫീൽ എക്സെപ്ഷണലി ബാഡ് അബൌട്ട് യുവർ ജോബ്? എപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മോശമായിട്ട് ഫീൽ ചെയ്തിരിക്കുക? ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കിട്ടിയിരിക്കുന്ന റെസ്പോൺസസ് എംപ്ലോയീസ് എന്ന് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അവർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ഓഫ് അല്ലെങ്കിൽ ഫാക്ടേഴ്സാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചീത്തയായത് മോശമായത് എന്ന് പറയാൻ വേണ്ടി എടുത്ത പല ഫാക്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും സാറ്റിസ്ഫാക്ഷനിലേക്കും ഡിസ്സാറ്റിസ്ഫാക്ഷനിലേക്കും നയിക്കുന്നത് പല പല തരത്തിലുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഹേഴ്സ്ബർഗ് എന്താണ് കണ്ടെത്തിയത്? എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ പറയാൻ കാരണം? അതിനെയാണ് അദ്ദേഹം രണ്ടായിട്ട് പറഞ്ഞത്. മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഹീ കോൾഡ് ദ സാറ്റിസ്ഫയേഴ്സ്. അപ്പോൾ നമ്മൾ ചോദിച്ച സമയത്ത് വളരെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് വളരെ ഹാപ്പിയാണ് എന്ന് പറയുന്ന അവരെ ഇദ്ദേഹം ഇട്ട പേരാണ് മോട്ടിവേറ്റേഴ്സ് എന്നും. തീരെ തൃപ്തിയില്ലാത്ത ആളുകളെ പറഞ്ഞത് ഹൈജീൻ ഫാക്ടർ എന്നുള്ളതാണ് അവർ തരംതിരിച്ചത്. ഈ ഒരു ടേം ഹൈജീൻ എന്ന് പറയുന്നത് ദേ ആർ കൺസിഡർഡ് മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ നെസറി ടു അവോയ്ഡ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും ഒരാൾക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും ഇതില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക. ബട്ട് themselves do not provide satisfaction. എന്നാൽ അവർക്ക് സ്വന്തമായിട്ട് സാറ്റിസ്ഫാക്ഷൻ അവിടെ കൊടുക്കുന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ജോബിനെ സംബന്ധിച്ചോളം ചോദിച്ചപ്പോൾ പോസിറ്റീവായി പറഞ്ഞ ആളുകൾ എന്തൊക്കെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സാണ്? നമുക്കറിയാം പല സിറ്റുവേഷനും നമ്മുടെ ജോബിനെ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മോട്ടിവേഷൻ ഫാക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടേഴ്സിൻ്റെ പ്രസൻസ് കൊണ്ട് എംപ്ലോയീസ് ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. എന്നാൽ ഇതൊന്നും കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നതുമില്ല. അപ്പോൾ ഹേഴ്സ്ബർഗ് മെൻഷൻ ചെയ്തത് ഇത്തരത്തിലുള്ള 5 മോട്ടിവേഷണൽ ഫാക്ടേഴ്സാണ്. പ്രധാനമായിട്ടും ഒന്ന് അച്ചീവ്മെൻറ്റ്, റെക്കഗ്നീഷൻ, അഡ്വാൻസ്മെൻറ്റ്, വർക്ക് ഇറ്റ് സെൽഫ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈ 5 കാര്യങ്ങളെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഹൈജീൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് the presence of these factors did not significantly motivate them. ഇനി ഈ ഹൈജീൻ ഫാക്ടർ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്. ആദ്യത്തെ കേസിൽ മോട്ടിവേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഇതുണ്ടെങ്കിൽ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആവും, പക്ഷെ ഇല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഹൈജീൻ ഫാക്ടേഴ്സിൽ പറയുന്നത് ഈ ഫാക്ടർ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവരാരും മോട്ടിവേറ്റ് ഒന്നും ചെയ്യില്ല, പക്ഷെ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിന് മെയിൻലി എക്സ്റ്റേണൽ ടു ദ ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോബ് എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇതിനു വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ടേമാണ് ഹൈജീൻ. കാരണം ഇത് പ്രിവെൻറ്റീവ് നേച്ചറാണ്, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദേ വിൽ നോട്ട് പ്രൊഡ്യൂസ് മോട്ടിവേഷൻ. കാരണം ഈ ഒരു ഫാക്ടർ നമ്മുടെ ജോലിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ മോട്ടിവേഷൻ ഒന്നും തരുന്നില്ല, പക്ഷേ നമുക്ക് ബട്ട് ദേ ക്യാൻ പ്രിവെൻറ്റ് മോട്ടിവേഷൻ ഫ്രം ഒക്കറിങ്. അതുണ്ടാവുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ അതിന് സാധിക്കും. കാരണം ഹൈജീൻ ഫാക്ടേഴ്സ് എപ്പോഴും മാസ്ലോവിൻ്റെ സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ സേഫ്റ്റി ആൻഡ് സോഷ്യൽ നീഡ്സിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടാകുന്ന എംപ്ലോയിയുടെ ഒരു ഫീലിംഗ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ, ജോബ് കണ്ടന്റ് കിട്ടുമ്പോഴൊക്കെയാണ് അവിടുന്ന് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. ഒരു മോട്ടിവേറ്റേഴ്സ് എപ്പോഴും എൻകറേജ്
ഒരു എംപ്ലോയീസിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ട്രൈവ് ടു ഡു ഹിസ് ഓർ ഹെർ ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും നല്ല പെർഫോമൻസ് എന്നുള്ള ലെവലിലാണ് നമ്മൾ കാണും. അപ്പോൾ ജോബ് എൻറിച്ച്മെൻറ്റ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഹയർ ലെവൽ നീഡ്സ് ഒക്കെ ആ ഒരു ജോബിന് വളരെ അധികം ടാസ്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എൻറിച്ച് ചെയ്യാം. സൂപ്പർവൈസർ ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ ഓർ മോർ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർവൈസറിന് ഏറ്റവും ഡിഫിക്കൽട്ടായ ടാസ്ക് കൊടുക്കാം, ഇൻഡിവിജ്വൽസിന് അസൈൻ ചെയ്ത് കൊടുക്കാം, സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ കൊടുക്കാം, അവരൊക്കെ എക്സ്പേർട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഡീഷണൽ അതോറിറ്റി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ അച്ചീവ് ചെയ്യുമ്പോൾ മാനേജർ ഷുഡ് കോപ്പ് അപ്പ് ബോത്ത് സാറ്റിസ്ഫയേഴ്സ് ആൻഡ് ഡിസാറ്റിസ്ഫയേഴ്സ്. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മാനേജർ എപ്പോഴും ഈ രണ്ടാളുകളുടെ ഇടയിലൂടെയാണ് പോകുന്നത്. സാറ്റിസ്ഫയേഴ്സും ഉണ്ടായിരിക്കും, ഡിസാറ്റിസ്ഫയേഴ്സും ആയിരിക്കും. അപ്പോൾ ഹൈജീൻ ഫാക്ടർ എപ്പോഴും നമ്മൾ നിർബന്ധമായിട്ടും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഡിസാറ്റിസ്ഫാക്ഷനെ നമുക്ക് എംപ്ലോയീസിൻ്റെ മൈൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. എന്താണ് ഈ തിയറിയുടെ മെറിറ്റ് എന്ന് പറയുന്നത്? ഈ തിയറി പ്രധാനമായിട്ടും ഓഫർ ചെയ്യുന്നത് സ്പെസിഫിക് ആക്ഷനും റെക്കമെൻഡേഷനും ആണ് ഒരു മാനേജർക്ക് കൊടുക്കുകയാണത്. ടു ഇംപ്രൂവ് മോട്ടിവേഷണൽ ലെവൽസ്. ഒരു എംപ്ലോയിയുടെ മോട്ടിവേഷണൽ ലെവൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. According to Herzberg, hygiene factors and motivational factors are primarily concerned with the motivation and not with the money. ഇവിടെ മോട്ടിവേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നോട്ട് വിത്ത് മണി. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് ഹി ഡിവൈഡഡ് ദ നീഡ്സ് ഇൻ ടു 2 ഇൻസ്റ്റെഡ് ഓഫ് 5. 5 കാര്യങ്ങൾക്ക് പകരമായിട്ട് മാസ്ലോയുടെ തിയറിയിൽ 5 തരത്തിലുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഇദ്ദേഹം അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഇനി എന്താണ് ഇതിൻ്റെ പോരായ്മകൾ, ക്രിറ്റിസിസം എന്താണ്? The theory is based on a small sample of 200 engineers and accountants which cannot be set representative sample. ആകെ ഇദ്ദേഹത്തിന് വേണ്ടി എടുത്ത് 200 എഞ്ചിനീയേഴ്സിനൊക്കെയാണ്. പക്ഷേ ഈ ഒരു 200 എന്നുള്ള നമ്പർ വളരെ കുറഞ്ഞതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതൊരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളാന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതൊരു മെത്തേഡ് ബൗണ്ട് ആണ്. നമ്പർ ഓഫ് അതർ മെത്തേഡ്സ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ തിയറി ഒരിക്കലും എത്ര പേയ്മെൻറ്റ് കൊടുക്കണം ഒരാൾക്ക്, അയാളുടെ സ്റ്റാറ്റസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതിനൊന്നും വല്ലാണ്ട് കൺസിഡർ ചെയ്യുന്നില്ല. 2 ഫാക്ടർ മോട്ടിവേഷണൽ ഹൈജീൻ ആണ് നോട്ട് ആക്ച്വലി ഡിസ്റ്റിങ്ക്റ്റ്. ബോത്ത് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഈ 2 കാര്യങ്ങളും രണ്ടും കൊടുക്കുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ആയാലും ഡിസാറ്റിസ്ഫാക്ഷൻ ആയാലും. ഈ ഒരു തിയറിയിൽ സിറ്റുവേഷണൽ വേരിയബിൾസിനെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ തിയറി പ്രപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹേഴ്സ്ബർഗ് അസ്യൂം ഇൻ ഹിസ് തിയറി ദാറ്റ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം ചെയ്യുന്ന ജോബും സാറ്റിസ്ഫാക്ഷനും പ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ്. ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ മെയിൻ്റനൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് റിജിഡായിട്ട് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ക്രിറ്റിസിസം. ഇനി ഒരു മാനേജ്മെൻറ്റിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ദ ജോബ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ചലഞ്ച് ടു യൂട്ടിലൈസ് ഫുൾ എബിലിറ്റി. ഒരു എംപ്ലോയി നമ്മൾ ജോബിൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ എംപ്ലോയിയുടെ ഫുൾ എബിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചലഞ്ചായിരിക്കണം ആ ജോബിനുണ്ടായിരിക്കേണ്ടത്. ആൻഡ് എംപ്ലോയിക്ക് അവരുടെ ലെവൽ ഓഫ് എബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഷുഡ് ഗിവൺ ഇൻക്രീസിങ് ലെവൽസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇഫ് എ ജോബ് കനോട്ട് ബി ഡിസൈൻ ടു യൂസ് ആൻ എംപ്ലോയീസ് ഫുൾ എബിലിറ്റി, ഒരു എംപ്ലോയിയുടെ ഫുൾ എബിലിറ്റി യൂസ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള ജോബല്ല നമ്മൾ ഡിസൈൻ ചെയ്തെങ്കിൽ ഫേം ഷുഡ് കൺസിഡർ ഓട്ടോമേറ്റിംഗ് ടാസ്ക്. അപ്പോൾ അതുപോലെ തന്നെ ആ ടാസ്കിനെ ഓട്ടോമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക എംപ്ലോയിനെ വിത്ത് ലോവർ ലെവൽ ഓഫ് സ്കില്ലുള്ളവരെ മാത്രം അവിടെ വയ്ക്കുക. ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഫുള്ളി യൂട്ടിലൈസ്ഡ്, നമുക്ക് കിട്ടിയിരിക്കുന്ന എംപ്ലോയിനെ അവരുടെ കഴിവ് മുഴുവനായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദെൻ ദർ വിൽ ബി എ മോട്ടിവേഷൻ പ്രോബ്ലം. അവിടെ ഒരു മോട്ടിവേഷൻ പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് ഹേഴ്സ്ബർഗും മാസ്ലോൻ്റെയൊക്കെ തിയറിയിൽ പറയുന്നത്. രണ്ടിലും അവരുടെ പ്രധാന ശ്രദ്ധ കൊടുക്കുന്ന സെയിം റിലേഷൻഷിപ്പാണ് മോട്ടിവേറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ. ഹേഴ്സ്ബർഗ് തിയറിയിൽ പറയുന്ന ചില എംപ്ലോയീസിന് മാത്രം ചില സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്സൊക്കെ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുന്നു, ഹയർ ലെവൽ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ മണി മൈറ്റ് ബി സ്റ്റിൽ എ മോട്ടിവേറ്റർ. പൈസ എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റർ തന്നെയാണ് ഫോർ നോൺ മാനേജ്മെൻറ്റ് വർക്കേഴ്സിന്, സം മാനേജറൽ എംപ്ലോയീസിനൊക്കെയാണ്. അപ്പം അതിൽ ജസ്റ്റ് ആ ഡിഫറൻസ് 2 മോഡൽസ് എന്ന് പറയുന്ന എംഫസിസ് മാസ്ലോ എംഫസൈസ് ചെയ്യുന്ന അൺസാറ്റിസ്ഫൈഡ് നീഡാണ്. ലോവർ ആൻഡ് ഹയർ ഓർഡർ വിൽ മോട്ടിവേറ്റ് എംപ്ലോയീസ്. ഹേഴ്സ്ബർഗ് പറയുന്ന ലോവർ ലെവൽ നീഡ്സ് ആ ഹൈജീൻ ഫാക്ടേഴ്സും അതൊരിക്കലും മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട് ഹേഴ്സ്ബർഗിൻ്റെ തിയറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നെക്സ്റ്റ് പറയുന്നത് ആൽഡഫേഴ്സ് ERG തിയറി. ERG തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് ആണ്, R എന്ന് പറയുന്ന റിലേറ്റഡ്നെസ് ആണ്, G എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് ദർ ഇസ് എ വാല്യൂ ഇൻ കാറ്റഗറൈസിങ് നീഡ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നീഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവുന്നു. ബേസിക് ഡിസ്റ്റിങ്ഷൻ എന്ന ലോവർ ഓർഡർ നീഡ്സും ഉണ്ടാവും, ഹയർ ഓർഡർ നീഡ്സും ഉണ്ടാവും. Based on empirical evidences, he has found that seems to be some overlapping between physiological security and social needs. അപ്പോൾ അവിടെ തന്നെ ആ ഡിമാർക്കേഷൻ ലൈൻസ് സോഷ്യൽ എസ്റ്റീം അച്ചീവ്മെൻറ്റ് നീഡ്സ് ആർ നോട്ട് ക്ലിയർ. ഏത് അറ്റം വരെ പോകുമ്പോഴാണ് ഇതൊരു സോഷ്യൽ നീഡ് ആവുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഹി കാറ്റഗറൈസ്ഡ് ദ നീഡ്സ് ഇൻ ടു 3. അപ്പോൾ അദ്ദേഹം മാസ്ലോ 5ആയി ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തേൽ ഹേഴ്സ്ബർഗ് 2 ഫാക്ടർ തിയറി 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഈ ഒരു തിയറിയിൽ പറയുന്നത് ആൽഡഫേഴ്സ് ERG തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അദ്ദേഹം 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് എക്സിസ്റ്റ് ചെയ്യാൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, റിലേറ്റഡ്നെസ് നീഡ്സ് നമുക്ക് മറ്റൊന്നുമായിട്ട് ഒത്തുപോകാൻ കണക്ട് ചെയ്ത് പോകാൻ, പിന്നെ ഒന്ന് നമുക്ക് സ്വയം വളർച്ച നേടാൻ, ഗ്രോത്ത് നീഡ്സ്. അങ്ങനെ 3 നീഡ്സാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എന്താണ് എക്സിസ്റ്റൻസ് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിസയർ ഫോർ മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ്, നന്നായിട്ട് ജീവിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. അപ്പോൾ അതൊരു നല്ല രീതിക്ക് പോകാനുള്ള നമ്മുടെ ആഗ്രഹമാണ് അത് എക്സിസ്റ്റൻസ്. ദീസ് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്. ഇതൊക്കെ നല്ല ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ഫുഡ്, നല്ല വെള്ളം, നല്ല എയർ, നല്ല ഷെൽട്ടർ ഉണ്ടായിരിക്കുക, നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവുക, നല്ല പേയ്മെൻറ്റ് ഉണ്ടാവുക, നല്ല ബെനിഫിറ്റുകൾ കിട്ടുക. അപ്പോൾ അതെല്ലാം നല്ലതാണ്. അത് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിന്ന് പോകാൻ വേണ്ടി കരുതും. റിലേറ്റഡ്നെസ് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നേരത്തെ പറഞ്ഞാൽ എന്ത് നല്ലത് കിട്ടിയാലും നമുക്ക് നല്ല രീതിയിൽ ഒത്തുപോകാൻ പറ്റുന്ന കുറച്ച് ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻഷിപ്പിലൂടെയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫാമിലി, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവാം, സൂപ്പർവൈസേഴ്സ്, ജോലി സ്ഥലത്തുള്ള സൂപ്പർവൈസർ, സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കാം, കോവർക്കേഴ്സ്. അപ്പോൾ ഇതാണ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഗ്രോത്ത് നീഡ്സ് ആണ്. ഇത് രണ്ടും ആവുമ്പോൾ തന്നെ അവിടുത്തെ ഡിസൈർ ടു ബി ക്രിയേറ്റീവ് കുറച്ചും കൂടി ആവുക, യൂസ്ഫുൾ ആവുക, പ്രൊഡക്റ്റീവായി കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ്. എന്താണ് മാസ്ലോവിൻ്റെ തിയറിയും ERG തിയറിയും തമ്മിലുള്ള ഡിഫറൻസുകൾ? മാസ്ലോവിൻ്റെ തിയറിയിൽ 5 ഹൈറാർക്കീസ് ഉണ്ട്, ERGയിൽ 3 ഹൈറാർക്കി ഉള്ളൂ. മാസ്ലോവിൻ്റെ തിയറിയിൽ സജസ്റ്റ് ചെയ്യുന്നത് റിജിഡ് ആയിട്ടുള്ള ഹൈറാർക്കീസ് ആണ്. പക്ഷേ ERG തിയറിയിൽ അത്ര തന്നെ റിജിഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. മാസ്ലോയിൽ പറയുന്നത് പേഴ്സൺ വിൽ സ്റ്റേ അറ്റ് സർട്ടൺ ലെവൽ അൺടിൽ ദ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ്. ഒരു നീഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വരെ തന്നെ അവരതിൽ സ്റ്റേ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നീഡിലേക്ക് പോകുന്നു. ERGയിൽ പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ ഡിസയർ എന്താണ്? ടു ഇൻക്രീസ് എ ലോവർ ലെവൽ നീഡ്സ് അറൈസസ് വെൻ എ ഹയർ ലെവൽ നീഡ് ഈസ് ഫ്രസ്ട്രേറ്റിംഗ്. ഒരു ലോവർ ലെവൽ നീഡ്സ് കൂടുന്തോറും ഒരു ഹയർ ലെവൽ നീഡ്സ് അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു എബിലിറ്റി സാറ്റിസ്ഫൈ ദ നീഡ് ഫോർ സോഷ്യൽ ഇൻട്രാക്ഷൻ മൈറ്റ് ഇൻക്രീസ് ദ ഡിസയർ ഫോർ മണി. ആളുകളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുക, ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഡിസയർ ഒരു മണി മേക്കിംഗ് എന്നുള്ള ഒരു ഡിസയർ അവിടെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ERG തിയറിയുടെ അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? മോർ വാലിഡ് വേർഷനാണ്. മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കിയെക്കാട്ടും ഒന്നുകൂടി വാലിഡിറ്റി കൂടുതലാണ്. ലെസ് റെസ്ട്രിക്റ്റീവ് ആൻഡ് ലിമിറ്റിംഗ് തിയറിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് കാറ്റഗറൈസേഷൻ അവിടെ റിലേഷൻഷിപ്പിനുണ്ട്, അതിൻ്റെ പ്രോഗ്രഷനും. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദിസ് തിയറി ഡസ് നോട്ട് പ്രൊവൈഡ് എ ക്ലിയർ ഔട്ട് ഗൈഡ് ലൈൻ ഇവിടെ കൊടുക്കുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഇൻഡിവിജ്വൽ വിൽ ബി മോട്ടിവേറ്റ് ടു എൻഗേജ് ഇൻ എ ബിഹേവിയർ വിച്ച് വിൽ സാറ്റിസ്ഫൈ വൺ ഓഫ് ദ 3 സെറ്റ് ഓഫ് നീഡ്സ്. അപ്പോൾ ഏതറ്റം വരെ പോവാം, അല്ലെങ്കിൽ ഏത് വരെയാണ് അതിൻ്റെ ആ ബോർഡർ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ദിസ് തിയറി ഹാസ് നോട്ട് അറ്റൈൻ ദ സ്റ്റാറ്റസ് ഓഫ് നീഡ് ഹൈറാർക്കി തിയറി. നീഡ് ഹൈറാർക്കി തിയറിയുടെ അത്രയുള്ള ഒരു സ്റ്റാറ്റസ് ഒന്നും ഈ ഒരു തിയറിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 2 തിയറികളാണ് പറഞ്ഞത്. ഒന്ന് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓരോ എംപ്ലോയീസിനും ജോലിയോട് ഇഷ്ടവും ഇഷ്ടക്കേടും ഉണ്ടാവാനുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. 2ആയിട്ട് അദ്ദേഹം ഇതിനെ ഡിവൈഡ് ചെയ്തു, മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആവും, പക്ഷേ ഇല്ലാത്തത് കൊണ്ട് അവരൊരിക്കലും ഡിസാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അതേസമയം ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ ഒന്നും എംപ്ലോയീസ് ഉണ്ടാവുന്നില്ല, പക്ഷെ അതില്ലെങ്കിൽ വളരെയധികം ഡിസാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യുന്നു. ഇതാണ് ആ 2 ഹൈജീനും അതുപോലെ ഹൈജീൻ തിയറിയും
മോട്ടിവേഷൻ, ഹൈജീൻ ഫാക്ടറും മോട്ടിവേഷൻ ഫാക്ടറും തമ്മിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ERG തിയറിയാണ് പറഞ്ഞത്. എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, അതുപോലെ ഗ്രോത്ത്, ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തിയറിയുടെ ജസ്റ്റ് ഒരു ഡിഫറൻസുകൾ പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിയും ERG തിയറിയും, അതേപോലെ തന്നെ ERG തിയറിയുടെ ലിമിറ്റേഷനും അഡ്വാൻറ്റേജും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.